മോനെ, നീയാണെങ്കിൽ അവളെയും കൂട്ടി മിക്കവാറും ദിവസങ്ങളിലൂടെ വരരുത്. നീ തന്നെ വാടാ, അതല്ലേ നല്ലത്. ഏതെങ്കിലും ഒരു അമ്മ മരുമകനോട് അങ്ങനെ പറയുമോ? പക്ഷേ എൻ്റെ അമ്മായിമ്മ പറയും, എൻ്റെ ഭാര്യയും കുട്ടി എപ്പോഴും എപ്പോഴും അവരുടെ വീട്ടിൽ ചെല്ലരുത്, ഞാൻ എപ്പോൾ വേണമെങ്കിലും ചെല്ലൂ എന്നാണ് അമ്മായിമ്മ പറഞ്ഞത്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ആലോചിച്ചെങ്കിലും പിന്നീട് അവർ പറഞ്ഞപ്പോഴാണ് ഇതെല്ലാം വേറെ ചില സെറ്റപ്പുകളാണെന്ന് തിരിച്ചറിഞ്ഞത്. എന്തായാലും നമുക്ക് ജിജീഷിന്റെ മേലിൽ കിടക്കാം. മാഡം, എൻ്റെ പേര് ജിജീഷ്, യഥാർത്ഥ പേരല്ല. എനിക്ക് 28 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷം. ഞാൻ പ്രേമിച്ചതാണ്. 5 വർഷം. കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ടേ എനിക്ക് അവളോട് പ്രേമമായിരുന്നു. എൻ്റെ ജൂനിയറായി പഠിച്ച ആളാണ്. അവളുടെ സൗന്ദര്യം കണ്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ട് പുറകെ നടന്നത്. ഒത്തിരി ആണുങ്ങൾ അവളുടെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരിക്ക് അനക്കമില്ല. ഞാൻ ആദ്യം ഓർത്തത് അഹങ്കാരമാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. പ്രത്യേകിച്ച് ഒരു ഉഷാറില്ലാത്ത അവസ്ഥ, തണുപ്പൻ മട്ട്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ അതീവ സുന്ദരി. ആരും ഒന്ന് നോക്കിപ്പോകും. ഞാൻ പ്രേമം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും ഉണ്ടായില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേർ പുറകെ നടന്നെങ്കിലും പലരും പിൻവാങ്ങി, തണുപ്പൻ മട്ടുമൂലം. എങ്കിലും ഇത്രയും സൗന്ദര്യമുള്ള സ്ത്രീയെ എങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കുക? അങ്ങനെ ഞാൻ പുറകെ നടന്നു. ശല്യമായി കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു വീട്ടിൽ പോയി ആലോചിക്കാമെന്ന്. അങ്ങനെയാണ് ധൈര്യത്തോടു കൂടി ഞാൻ അവളുടെ വീട്ടിൽ ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്ത്രീ മുറ്റത്ത് നിൽക്കുന്നു. ഞാൻ വിചാരിച്ചു ഇവളുടെ ചേച്ചിയായിരിക്കുമെന്ന്. പക്ഷേ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് അമ്മയാണെന്ന് മനസ്സിലായത്. അച്ഛൻ കുറച്ച് പ്രായമുള്ള ആളാണ്. പുള്ളി എവിടെയോ ജോലി ഉണ്ടായിരുന്നു, VRS എടുത്തതാണ്, ഇപ്പോൾ വീട്ടിലിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അമ്മായും പറഞ്ഞു, ആ, നീ പഠിച്ച് നല്ലൊരു ജോലിയായിട്ട് വരികയാണെങ്കിൽ കല്യാണം കഴിച്ചു തരാം. ഒരു കാര്യം പറയാം, വളരെ അലസയും മടിച്ചിയുമാണ് അവൾ. ഒരു ജോലിയും ചെയ്യില്ല. പാചകം ചെയ്ത് നിനക്ക് തരുമെന്നൊന്നും നീ വിചാരിക്കേണ്ട കാര്യമില്ല. ചുമ്മാ ഒരു ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞങ്ങളെപ്പോലും അവൾ അനുസരിക്കില്ല. ആരെയും മൈൻഡ് ചെയ്യാത്തൊരു ടൈപ്പാണ്. അവളെ കല്യാണം കഴിക്കണോ വേണ്ടതെന്ന് നീ ആലോചിക്ക്. പക്ഷേ ഞങ്ങൾക്ക് ആകെ ഒരു നിബന്ധനയുള്ളൂ, നല്ല ജോലിയുള്ളൊരു പയ്യനായിരിക്കണം. പിന്നെ അവൾ നിന്റെ കൂടെ ഒളിച്ചോടി വരുമെന്നൊന്നും നീ വിചാരിക്കണ്ട. അങ്ങനെയുള്ള സ്വഭാവമൊന്നും അവൾക്കില്ലെന്ന് പറഞ്ഞു. അവർ വളരെ തൻ്റെടിയായ ഒരു സ്ത്രീയാണ്. ആരെയും ഒരു കൂസലില്ല. മകളാണെങ്കിൽ തൻ്റെടി ഒന്നുമല്ല, പക്ഷേ ആരെയും മൈൻഡ് ചെയ്യില്ല. വളരെ വിചിത്രമായ സ്വഭാവം. ഇതിനിടയ്ക്ക് അമ്മായച്ചൻ വന്നിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. ആ, ഇവള് പറഞ്ഞത് കേട്ടല്ലോ, നല്ല ജോലി സമ്പാദിക്കുകയാണെങ്കിൽ ഓക്കെ, എനിക്ക് മോനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എൻ്റെ തോളിൽ തട്ടി. എന്തായാലും പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴേ എനിക്ക് ക്യാമ്പസ് സെലക്ഷനിൽ നല്ലൊരു ജോലി കിട്ടി. പിന്നെ ഞാൻ ആലോചിക്കാൻ ചെന്നു. എൻ്റെ വീട്ടുകാർക്കാണെങ്കിൽ ഇത് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ ഞാൻ അവരെ നിർബന്ധിച്ചു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് പ്രശ്നമില്ല. അവളാണെങ്കിൽ എന്നെ പ്രതീക്ഷിച്ചൊന്നും നിൽക്കല്ല, പക്ഷേ ഓക്കെ എന്നുള്ള മട്ടിൽ നിൽക്കുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞ അന്ന് തന്നെ അമ്മായിമ്മ എന്നോട് പറഞ്ഞു, മോനെ, നീ ഒന്നും അറിയാതെയാണ് അവളെ വിവാഹം കഴിച്ചതെന്ന് എനിക്കറിയാം. അവളുടെ സ്വഭാവം പൊരുത്തപ്പെട്ടു പോകാൻ ഇത്തിരി പ്രയാസമാണ്. പിന്നെ വേറൊരു കാര്യം, എനിക്ക് ഈ നാട്ടിൽ നല്ല പേരുദോഷമുണ്ട്. എന്നെക്കുറിച്ച് നല്ല അഭിപ്രായമല്ല. അതുകൊണ്ട് ഇനി ആരെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും അറിയുകയാണെന്നുണ്ടെങ്കിൽ നീ അത് മൈൻഡ് ചെയ്യരുത്. അതിൻ്റെ പേരിൽ എന്നെ ചോദ്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അവരെ പറ്റി ഒന്നും കേട്ടതുമില്ല. ഞാൻ അന്വേഷിക്കാൻ പോയില്ലല്ലോ. അന്ന് തൊട്ട് ഞാൻ തലയാട്ടിയെങ്കിലും എന്താണ് ഇവരുടെ ദുരൂഹത എന്ന് മനസ്സിലാലോചിച്ചു. ആ, പിന്നെ പ്രത്യേകിച്ച് ഒന്നും കണ്ടുപിടിക്കാനും പറ്റിയില്ല. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാനാണ് പെട്ടുപോയത്. പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ വീട്ടിൽ ഒന്നും ചെയ്യില്ല. സുന്ദരിയായി ചമഞ്ഞൊരുങ്ങിയിരിക്കും. ഞാൻ ഇഷ്ടത്തോടു കൂടി അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ സ്നേഹപ്രകടനങ്ങൾക്ക് അവൾ നോ പറയില്ല. പക്ഷേ തിരിച്ച് യാതൊരു വിധത്തിലുള്ള പ്രതികരണങ്ങളുമില്ല. ഞാൻ പലപ്പോഴും ചോദിച്ചു. അപ്പോഴൊക്കെ എൻ്റെ സ്വഭാവം ഇതാണ്, നിങ്ങൾ എൻ്റെ പുറകെ നടന്ന് കല്യാണം കഴിച്ചതല്ലേ, അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ ഞാൻ ഓക്കെ, പക്ഷേ അതല്ലാതെ വേറൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞു. അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. എൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ ഇത്തിരി വില്ലത്തിയായിരുന്നു പണ്ട്. ഇപ്പം അത്ര പ്രശ്നമില്ലെങ്കിലും ഒരു ജോലിയും ചെയ്യാത്ത മരുമകളെ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെ ജോലിക്ക് ഒരാളെ വെക്കേണ്ടി വന്നു. അപ്പോഴേക്ക് രണ്ടുപേർക്കും സന്തോഷമായി. പിന്നെ വീടിന്റെ മുകൾ നില അത് ഭാര്യയുടെ അധികാരത്തിലാണ്. താഴെ അമ്മയും. രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുക പോലുമില്ല. ഞാൻ വരുമ്പോഴാണ് കണ്ടുമുട്ടുന്നത്. അങ്ങനെയായി. ഇതെല്ലാം 6 മാസത്തിനുള്ളിൽ സംഭവിച്ചു. ഒരു ദിവസം ഞാൻ അമ്മായിമ്മയോട് പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ
ഇങ്ങനെ എൻ്റെ വീട്ടിൽ സംഭവിച്ചെന്ന്. അപ്പൊ അമ്മായിമ്മ എന്നോട് പറഞ്ഞു, എടാ നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ഇവിടെ യഥാർത്ഥ ഗുണം. എന്നിട്ട് നീ എന്താ പറഞ്ഞത്? നിനക്ക് അവളെ തന്നെ കെട്ടണമെന്ന്. കെട്ടിക്കൂ, കെട്ടണ്ടെന്ന് ആര് പറഞ്ഞു? എത്രയോ ചെക്കന്മാരെ ഇവിടെ വന്ന് ഇവളെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു ഇവളൊരു പ്രത്യേക സ്വഭാവക്കാരിയാണ്, സൗന്ദര്യം കണ്ട് മാത്രം നിങ്ങൾ കെട്ടാൻ വന്നാൽ അവസാനം നിങ്ങൾ പ്രശ്നത്തിലാകുകയെന്ന്. പലരും അത് കെട്ടി പിൻവാങ്ങി. എന്തായാലും നീ അടയുറച്ചു നിന്നു, നിന്റെ ഭാര്യയെ നീ സ്വന്തമാക്കി. ഇനിയിപ്പോൾ അതൊന്നും എന്റെ റിസ്ക് അല്ല, എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യേ. അവളെ കൊണ്ട് ഞങ്ങൾക്ക് പോലും വലിയ ഉപകാരമില്ല എന്ന് പറഞ്ഞു. എന്തായാലും അവളെ കൊണ്ട് എന്തോ ഉപകാരം ഇല്ലാത്തത്? അവൾ ജോലിക്ക് പോകണമായിരുന്നോ? ഓ, അതൊന്നും നിന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞു. ഈ 6 മാസത്തിനിടയ്ക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ ഭാര്യയ്ക്ക് അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല. ഞാൻ വിളിച്ചാൽ അവൾ വരികയില്ല. അതേപോലെ തന്നെ അമ്മായിയമ്മയ്ക്കും അമ്മായിച്ചനും ഒന്നും അവൾ വന്ന് നിൽക്കണമെന്നുമില്ല. എന്നോട് ഒരു ദിവസം അമ്മായി പറഞ്ഞു, ആ അവളോട് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ, നീ അവളെ നിർബന്ധിച്ച് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണ്ട. പക്ഷേ നീ ഇടയ്ക്കിടയ്ക്ക് വരണേ മോനെ, നിന്നെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാന്ന് പറഞ്ഞു. അതെന്താ അമ്മേ, അച്ഛനും അമ്മയും മകളും ഒക്കെ തമ്മിൽ ഒരു ഡിറ്റാച്ച്മെന്റ്? ഓ, അതല്ലേ പറഞ്ഞത്, അവള് ഒരു പ്രത്യേക ടൈപ്പാണ്. അവളെ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ഉപകാരം? നിനക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ നീ നോക്കിക്കോ എന്ന് പറയും. ഞാൻ അവിടെ എപ്പോൾ ചെന്ന് പറഞ്ഞാലും അമ്മായിച്ചൻ അവിടെ കാണും, അമ്മായിമ്മയും കാണും. പിന്നെ അമ്മായിച്ചന്റെ കൂട്ടുകാരായിട്ട് കുറെ പേര് കാണും, അതും പല പ്രായത്തിലുള്ളവർ. കോളേജിൽ പഠിക്കുന്ന പിള്ളേർ പോലും അമ്മായിച്ചന്റെ ഫ്രണ്ടാണെന്നാണ് അമ്മായിമ്മ പറഞ്ഞത്. അപ്പോ ഈ അമ്മായിച്ചൻ ശരിക്കും വലിയൊരു പുള്ളിയായിരുന്നു. ഇപ്പൊ പിന്നെ റിട്ടയർ ആയ പിന്നെ വീട്ടിലിരിക്കുകയായിരിക്കും എന്ന് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു. കൂടുതലൊന്നും ചോദിക്കാനും പറ്റില്ല, കാര്യം അവളുടെ കാര്യങ്ങളിലൊന്നും തലയിടരുതെന്ന് പണ്ടേ അമ്മായിമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊന്നും ചോദിക്കാൻ പോയില്ല, എന്റെ ഭാര്യയോടും ചോദിച്ചില്ല. പക്ഷേ എന്റെ ഭാര്യ അവരുടെ വീട്ടിൽ പോയി നിൽക്കാൻ വിസമ്മതിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം സംശയം മൂത്ത് ഞാൻ ഭാര്യയോട് ചോദിച്ചു, എന്താണ് നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ ഇഷ്ടപ്പെടാത്തത്? അത് മാത്രമല്ല, നിന്റെ അമ്മയാണെങ്കിലും നിന്നോട് വലിയ അടുപ്പൊന്നും കാണിക്കുന്നില്ല. സാധാരണ അമ്മയും മകളും കൂടാണല്ലോ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിപ്പോ അങ്ങനെയൊന്നുമില്ല, നീ എന്തുകൊണ്ടാണ് പോകാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞു, അവിടെ എപ്പോൾ ചെന്ന് പറഞ്ഞാലും നിന്റെ അമ്മായിച്ചൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവന് ചെറുപ്പക്കാർ മുതൽ പ്രായമുള്ളവർ വരെയുണ്ട്. യഥാർത്ഥത്തിൽ നിന്റെ അച്ഛന് എന്താ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളൊന്നും മിണ്ടിയില്ല. അതിൽ എന്തോ ഒരു ദുരൂഹതയുണ്ടെന്ന് എനിക്ക് തോന്നി. പുള്ളി എവിടുന്ന റിട്ടയർ ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഒന്നും മിണ്ടിയില്ല. പിന്നെ ഞാൻ കുലുക്കി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അങ്ങേരെ എങ്ങൊന്നും റിട്ടയർ ഒന്നും ആയിട്ടില്ല, അങ്ങേരെ ജോലിക്ക് പോയിട്ട് വേണ്ട റിട്ടയർ ആകാന്. ഞാൻ ചോദിച്ചു, നീ എന്താ പറഞ്ഞത്? പുള്ളിക്ക് എവിടെയോ വലിയൊരു സ്ഥാപനത്തിൽ ജോലി ഉണ്ടായിരുന്നു, അവിടുന്ന് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തെന്നല്ലേ നിന്റെ അമ്മ പറഞ്ഞത്? അങ്ങേര് ഒരിക്കലും ഒരു റിട്ടയർമെന്റും എടുത്തിട്ടില്ല, എന്തോ ബിസിനസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അത് ഒട്ടുകയും ചെയ്തു. പിന്നീട് ചെയ്ത ബിസിനസ് സൂപ്പർ ഹിറ്റായി പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് ബിസിനസ്? അവളപ്പോൾ എന്നെ നോക്കി ചിരിച്ചോണ്ട് പറഞ്ഞു, അച്ഛനും അമ്മയ്ക്ക് പാലിന്റെ ബിസിനസ്സാ. പാലിന്റെ ബിസിനസ്സോ? അവിടെ പക്ഷെ പശുക്കളൊന്നുമില്ലല്ലോ. പശുക്കൾ വേണം പാലിന്റെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോ ഒരു പാലിന്റെ ഏജൻസി എടുത്താൽ പോരെ? ആ, അത് ശരിയാ. പക്ഷെ നിങ്ങൾക്ക് കടയുണ്ടോ, ഏജൻസി ഉണ്ടോ? ഓ, അച്ഛന് ആ ജോലി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവള് പറഞ്ഞു, പിന്നെ അച്ഛനും അമ്പൻ പാൽ സെയിലാണ്, പാലിന്റെ കച്ചവടം തന്നെയാണ്. നിങ്ങൾക്കറിയില്ലല്ലേ, അച്ഛന് കടയില്ല, ഏജൻസി ഉണ്ട്. ഓ, അപ്പൊ ഏജൻസി മറ്റാരെയോ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അവൾ പറഞ്ഞു, ഓ, ആരെ ഏൽപ്പിക്കാനാ? അവർ രണ്ടുപേരും കൂടെ നടത്തും. എന്നിട്ട് ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഓർത്തത് അച്ഛൻ റിട്ടയർമെന്റിൽ കിട്ടുന്ന കാശ് കൊണ്ടാണ് ആ വീട് മുന്നോട്ട് പോകുന്നതെന്ന്. ആ, അതിപ്പോ നിങ്ങൾ അറിയാത്തത് എന്റെ കുറ്റമാണോ എന്ന് ചോദിച്ചു. സോറി മോളേടി, എനിക്കറിയില്ലായിരുന്നു, ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും അവൾ പൊട്ടിച്ചിരിച്ചു. സാധാരണ എങ്ങനെ പൊട്ടിച്ചിരിക്കാറുള്ളതല്ല. നീ എന്നെ കളിയാക്കിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, പിന്നെ കളിയാക്കേണ്ടവരെ കളിയാക്കിയല്ലേ പറ്റൂ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ദുരൂഹതയുണ്ടെന്ന്. ഞാൻ ചോദിച്ചു, ശരിക്കും ആ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന്. നിങ്ങളാണല്ലോ ഇടയ്ക്കിടയ്ക്ക് അമ്മായിമ്മയെ കാണാൻ വേണ്ടി ചാടിച്ചാടി പോകുന്നത്. മോള് വരണ്ട, എന്റെ മരുമകൻ വന്നാൽ മതിയെന്നാണല്ലോ എന്റെ അമ്മ പറഞ്ഞത്. അപ്പോൾ അടിക്കടി അവിടെ പോയിട്ടും നിങ്ങൾക്ക് അവിടുത്തെ ബിസിനസ്സുകളൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ എന്ന് ചോദിച്ചു. എടി, എനിക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, നീ യഥാർത്ഥത്തിലുള്ള കാര്യം പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, അത് എന്റെ അച്ഛനല്ല, എന്റെ രണ്ടാം
രണ്ടാനച്ഛനാണ്. എൻ്റെ അമ്മയ്ക്ക് 19ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞു. പിന്നെ ഞാൻ ഉണ്ടാകുകയും ചെയ്തു. അങ്ങയുടെ കൂടെ ഒരു 3-4 വർഷം മാത്രമേ അമ്മ നിന്നുള്ളൂ. എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും വീട്ടുകാർക്ക് ഞാനും അമ്മയും ബാധ്യതയായി. ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചെറിയ തുണിക്കടയിൽ അമ്മ സെയിൽസ് ഗേളായിട്ട് പോയി. അമ്മ അതീവ സുന്ദരിയാണല്ലോ, അതിന്റെ മുതലാളിയായിരുന്നു ഇപ്പോൾ കാണുന്ന എൻ്റെ അച്ഛൻ. അങ്ങനെ എനിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് അവർ രണ്ടുപേരും കൂടി ഒന്നിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇവിടേക്ക് വന്നു. ഇവിടെയും എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആള് ഒരു തുണിക്കട തുടങ്ങി. പക്ഷേ അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോയി ഏകദേശം 1 വർഷത്തിനുള്ളിൽ. പിന്നീട് ഞങ്ങൾ വലിയൊരു വീട്ടിലേക്ക് മാറി. അവിടെ എനിക്കായിട്ട് സെപ്പറേറ്റ് റൂം ഉണ്ടായിരുന്നു. 7ാമത്തെ വയസ്സ് മുതൽ ഞാൻ തനിയാണ് കിടക്കുന്നത്. ഈ അച്ഛന് എന്നെ വലിയ കാര്യമാണ്, ഒരു പ്രശ്നവുമില്ല. ഞാനെന്ത് ആവശ്യപ്പെട്ടാലും വാങ്ങിത്തരും. പക്ഷേ വൈകുന്നേരമായി കഴിഞ്ഞാൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. ചോറ് വരെ ആ മുറിയിലേക്ക് കൊണ്ടുതരും. പഠിച്ച് ഞാൻ അവിടെ ഇരുന്നാൽ മതി. പിന്നീട് TV ഒക്കെ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് അവർ ശരിയാക്കി തന്നു. പിന്നെ അവർക്ക് എന്തൊക്കെയോ ബിസിനസ്സുകളുണ്ടെന്നും ഒത്തിരി ആളുകൾ വന്നിട്ട് പോകുമെന്നും അതൊന്നും മോള് ശ്രദ്ധിക്കില്ലെന്നും പറഞ്ഞു. അങ്ങനെ കുറെ വസ്ത്രങ്ങളൊക്കെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും ഒരു മുറിയിൽ. പിന്നെ പുറത്ത് എന്തോ വസ്ത്ര വ്യാപാരം എന്നുള്ള രീതിയിൽ ഒരു ബോർഡും ഉണ്ടായിരുന്നു. ഞാനത് കറക്റ്റ് ഓർക്കുന്നില്ല. പല സമയത്തായിട്ട് പല ആളുകളും വരും, പല ഒച്ചപ്പാടുകളും ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് മുതിർന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഈ വീട്ടിൽ നടക്കുന്നത് വസ്ത്രവ്യാപാരമൊന്നുമല്ല. വസ്ത്രവ്യാപാരം എന്നുള്ളത് പേരിന് മാത്രമാണ്. പിന്നെ ഞങ്ങൾ 2 നിലയുള്ള ഒരു വീട്ടിലേക്ക് മാറി. മുകളിലത്തെ നില എനിക്ക് സ്വന്തമായിരുന്നു. വൈകുന്നേരമായി കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങി വരുന്നതെന്ന് പറഞ്ഞു. ഏകദേശം 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് എനിക്കതിൻ്റെ യഥാർത്ഥ മുഖം മനസ്സിലായത്. നഗരമായതുകൊണ്ട് ആരുമായിട്ട് വലിയ സഹകരണമൊന്നുമില്ല, ആളുകൾ വന്നു പോകുന്നുണ്ട്. ഒരു വട്ടം രാത്രിയിൽ ഞാനത് കണ്ടു. അച്ഛനും അമ്മയും പിന്നെ 3-4 ആളുകളും കൂടി അവിടെ സ്വീകരണ മുറിയിലിരുന്ന് ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ. ഞാൻ ഒളിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവർ മദ്യപിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിൽ വന്ന ഒരാളുടെ മടിയിലിരുന്ന് അയാളുടെ മുടിയിഴകൾ തലോടുകയാണ് അമ്മ. ബാക്കിയുള്ളവർ അതൊക്കെ നോക്കി നിൽപ്പുണ്ട്. പിന്നെ എന്തൊക്കെയോ കമന്റ് പറയുന്നുണ്ട്. ഞാനൊന്നും ഓർത്തില്ല. പക്ഷേ എനിക്ക് ഒരു രംഗം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുകളിലേക്ക് ഓടിപ്പോകാൻ തോന്നി. ഞാൻ ഓടിപ്പോവുകയും ചെയ്തു. മടിയിലിരുന്നവന്റെ തലയിൽ തലോടി അമ്മ അയാളെ സാന്ത്വനിപ്പിച്ചു. പക്ഷേ അയാൾ സാന്ത്വനിപ്പിച്ചത് പോപ്പോ അടിച്ചിട്ടാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അത് ഞാൻ ഞെട്ടലോടുകൂടി നോക്കി നിന്നു. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തരായി കുശലം പറഞ്ഞ് അമ്മയുടെ അടുത്ത് പോയിരിക്കും. അമ്മ ഇരിക്കുന്നത് അങ്ങേരുടെ മടി, അതിനടുത്ത് തന്നെ മറ്റുള്ളവർ പോയിരിക്കും. എന്നിട്ട് അവരും ഇങ്ങനെയൊക്കെ തന്നെ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്ത പേടിയായിപ്പോയി. ഞാൻ ഓടി മുകളിൽ കയറി. പണ്ട് മുതലേ ഇവിടെ ഇതാണ് നടക്കുന്നതെന്നും പിന്നെ ഇത്രയും സമ്പത്ത് എവിടെ നിന്ന് വരുന്നെന്നും എനിക്ക് മനസ്സിലായി. പക്ഷേ അന്ന് ചോദിക്കാൻ എനിക്ക് പേടിയായിരുന്നു. ഒളിഞ്ഞു തെളിഞ്ഞുമൊക്കെ ഞാൻ പിന്നെ പലപ്പോഴും ഇത്ര സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നോട് റൂമിലിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പുറത്തിറങ്ങി വന്ന് നോക്കി നിറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമ്മ വഴക്കുണ്ടാക്കും. അതുകൊണ്ട് ഒറ്റപ്പെട്ട ലോകത്ത് ഞാൻ കഴിഞ്ഞു. പക്ഷേ +2 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മയോട് ചോദിച്ചു എന്തൊക്കെയാണ് ഈ കാണിക്കുന്നതെന്ന്. അപ്പോൾ അമ്മ എന്നോട് ദേഷ്യപ്പെട്ടു തുറന്നു പറഞ്ഞു. കാര്യം അമ്മയ്ക്ക് പണ്ട് തൊട്ടേ ഒരാളിൽ അടങ്ങൊതുങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവമില്ല. വിവാഹത്തിന് മുമ്പ് ധാരാളം പ്രേമങ്ങൾ ഉണ്ടായിരുന്നു, അടിച്ചു പൊളിച്ച് നടക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് വീട്ടുകാർ 19ാമത്തെ വയസ്സിൽ തന്നെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചത്. ഈ 19ാമത്തെ വയസ്സിന് മുമ്പ് തന്നെ അമ്മയ്ക്ക് ഒത്തിരി പ്രേമങ്ങളൊന്ന് ഞാൻ അതിശയിച്ചു. അമ്മ പറഞ്ഞു അതിനൊക്കെ മുമ്പേ ഇഷ്ടംപോലെ പ്രേമങ്ങൾ ഉണ്ടായിരുന്നു, വീട്ടുകാർ പിടിച്ച് കല്യാണം കഴിപ്പിച്ചതാണ്. പക്ഷേ കുടുംബജീവിതമായിട്ട് ഒട്ടും യോജിച്ചു പോകില്ല. പെട്ടെന്ന് കുട്ടി ഉണ്ടാകുകയും ചെയ്തു. അതോടുകൂടി അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ വയ്യാതായി. അമ്മയ്ക്ക് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കണം. അത് അവിടെ നിന്നാൽ നടക്കില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പ്രശ്നം. പിന്നീടാണ് ഈ രണ്ടാനച്ഛനെ പരിചയപ്പെടുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് ജീവിച്ചു. പക്ഷേ അതൊരു കരാർ അടിസ്ഥാനത്തിലാണ്. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഒരു ദിവസം പോലും പുതുമയില്ലാതിരിക്കാൻ പറ്റില്ല. ഒരാളുടെ മുഖം മാത്രം കണ്ടിരിക്കുന്ന പരിപാടി അമ്മയ്ക്കില്ല. ആഴ്ചയിൽ 1, 2, 3 ദിവസം, അല്ലെങ്കിൽ പോട്ടെ 1 മാസത്തിൽ 5, 6 ദിവസം അമ്മ റെസ്റ്റ് എടുക്കുമായിരിക്കും. പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങളിൽ അമ്മയ്ക്ക് റെസ്റ്റ് പറ്റില്ല. കാര്യം അതീവ താല്പര്യമാണ്. ആ താല്പര്യങ്ങൾ കുറിക്കാൻ പറ്റില്ല. രണ്ടാനച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ ആദ്യം പറഞ്ഞത് ഡീലാണ്, എൻ്റെ കൂടെ നിൽക്കണം, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന്. അങ്ങേരും ഒരു ബിസിനസ്സുകാരനല്ലേ, ബിസിനസ് മെന്റാലിറ്റിയാണ് ആദ്യം
പുള്ളിക്ക് മനസ്സിൽ തോന്നിയത്. ഞാൻ നിന്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ നിനക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഇത് തുടർച്ചയായി നടക്കട്ടെ, അതിന്റെ പേരിൽ നമുക്ക് കോടീശ്വരരാകാം എന്നായിരുന്നു രണ്ടുപേരും കൂടി ചേർന്ന് ആദ്യമേ വിചാരിച്ചത്. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ബോർഡ് മാത്രം തുണിക്കച്ചവടം. പക്ഷേ അകത്ത് നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അമ്മയ്ക്ക് ഇതേപോലുള്ള ആഗ്രഹങ്ങൾ അടക്കാൻ വയ്യാത്തത് അവരുടെ ജീവിതത്തിൽ ലോട്ടറി അടിച്ചതുപോലെയായിരുന്നു. അപ്പോ ഞങ്ങളുടെ സമ്പത്തിന്റെയും അതേപോലെ ഐശ്വര്യത്തിന്റെയും ഒക്കെ പിൻബലം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ ഞാൻ നിങ്ങളോട് വേറെ ചില കാര്യങ്ങൾ പറയാം. അന്നു മുതൽ ഇന്ന് വരെ അമ്മ സുന്ദരിയാണ്. അന്ന് മുതൽ ഇന്ന് വരെ അമ്മയ്ക്ക് ഊർജത്തിലോ അല്ലെങ്കിൽ ഇഷ്ടങ്ങളിലോ ലഹരിയിലോ ഒരു കുറവും വന്നിട്ടില്ല. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ചില പ്രത്യേക കഴിവുകളുണ്ട്. ഒന്നാമത്തേത് ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ ആക്റ്റീവായിരിക്കാൻ അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ്. പാട്ടുപാടും, നൃത്തം വയ്ക്കും. 4-5 പേർക്ക് വേണ്ടി തൻ്റെ സേവനങ്ങൾ ഒഴിഞ്ഞു വെക്കാൻ അമ്മയ്ക്ക് ഒരു മടിയുമില്ല. പിന്നെ എൻ്റെ അമ്മായിച്ചന് ഈ കാര്യങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. പണസമ്പാദന മാത്രമല്ല, ഇതൊക്കെ കണ്ടു രസിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ കൂടുക. പിന്നെ ചിലപ്പോഴൊക്കെ വേറെ അതിഥി വരുമ്പോഴേക്കും അമ്മായിച്ചനും ആ അതിഥിയും കൂടി ഇവിടെ സാന്നിധ്യം അറിയിക്കും. അതമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാര്യം സ്വന്തം ഭർത്താവും അതിഥിയുമുണ്ടല്ലോ. അതിഥിയെ സൽക്കരിക്കുന്നതിൽ പിന്മാറാൻ പാടില്ല. ഭർത്താവിനെയും സൽക്കരിക്കണമല്ലോ. അങ്ങനെ 2 സൽക്കാരങ്ങൾ ഒരുമിച്ച് നടത്തുന്ന കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നടന്നിരുന്നത്. പിന്നെ അമ്മയ്ക്ക് ഇഷ്ടം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയന്ത്രണവുമില്ല. അവർക്ക് വേണ്ടി എന്തും വാരി വാരി കോരിക്കൊടുക്കും. അവർ പറയുന്നത് പോലെ അനുസരിക്കുകയും ചെയ്യും. ഇതാണ് അമ്മയുടെ സ്വഭാവം. സാധാരണ സ്ത്രീകൾ പല കാര്യങ്ങൾക്കും മുൻകൈ എടുക്കാറില്ല. പക്ഷെ അമ്മ അങ്ങനെയല്ല. ഇഷ്ടപ്പെട്ട ഒരു പുരുഷന് വേണ്ടി അമ്മയ്ക്ക് പലവിധ ട്രിക്കുകളും കയ്യിലുണ്ട്. അത് അമ്മ ഒരു രീതിയിലും ഒരു നിയന്ത്രണവുമില്ലാതെ നിർലോഭമായി ചൊരിയും. അതായിരുന്നു അമ്മയ്ക്ക് ഈ ഫീൽഡിൽ ഏറ്റവും അധികം ട്രോഫികൾ വാരിക്കൂട്ടാൻ കാരണമായ ഒരിത്. പിന്നെ ഈ ടൗണിൽ വന്നപ്പോൾ മുതൽ അമ്മയുടെ പേരും പ്രശസ്തിയും ഉയരാൻ തുടങ്ങി. ഒന്നാമത് അമ്മ സഹകരണത്തിന്റെ ഉത്തമ ഉദാഹരണം. രണ്ടാമത് ഇപ്പോൾ ഒരാൾക്ക് ഒരു പണി അറിയില്ല, ഒരു കൈത്തൊഴിൽ അറിയില്ല, ബേസിക്കായി ഒരു നോളജുമില്ല. പക്ഷേ ആ വരുന്നവരെ പഠിപ്പിച്ച് അമ്മ നല്ല രീതിയിൽ പാഠ്യപദ്ധതികൾ ചൊരിഞ്ഞ് അവർക്ക് PhD വരെ എടുത്തു കൊടുത്തു വിടും. അല്ലെങ്കിൽ മിനിമം ഡിഗ്രിയെങ്കിലും സർട്ടിഫിക്കറ്റ് അമ്മ എഴുതി കൊടുക്കുന്ന ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ അന്ന് മുതലേ കോളേജിലുള്ള കുട്ടികൾക്ക് ഒരു ട്യൂഷൻ ടീച്ചറാണ്. അവർക്ക് പല വിഷയങ്ങൾക്കും എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഓടി വരും. പക്ഷേ അങ്ങനെ വരുന്ന ആൾക്കാരോട് അമ്മയ്ക്ക് ദയാദാക്ഷിണ്യമില്ല. അവർക്ക് ഉയർന്ന ഫീസാണ് ഈടാക്കുക. എത്രയോ പയ്യന്മാരിലെ സ്വർണ്ണമാലയും മോതിരവും ഒക്കെ ഊരിക്കൊടുക്കുന്നു, ഇപ്പോഴും കൊടുക്കും എന്ന് അവൾ എന്നോട് പറഞ്ഞു. നീ ഉള്ളതാണോ ഈ പറഞ്ഞത്? അതെ, എൻ്റെ അമ്മ എന്നോട് അങ്ങനെ പറഞ്ഞതാണ്. അവരുടെ കഥ അവരെന്നോട് വിശദമായിട്ട് പറഞ്ഞു. ഞാൻ അത് കേട്ടു. എനിക്ക് എല്ലാം മനസ്സിലായെന്ന് പറഞ്ഞു. പിന്നെ ഒന്നാമത്തെ കാര്യം, ഞാനിത് പലപ്പോഴും ഒളിഞ്ഞു നിന്ന് ഒത്തിരി കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പുരുഷന്മാരോട് പ്രത്യേകിച്ച് ഒരു മമതയില്ലാത്തത്. അതേപോലെ നിങ്ങൾ നിർബന്ധിച്ചാലും ഞാൻ ഒന്നും ഇനിഷ്യേറ്റീവ് എടുക്കാത്ത എന്താണെന്നറിയാമോ? ആ സമയത്ത് എൻ്റെ അമ്മയെ ഓർമ്മ വരും. അമ്മയുടെ തുള്ളി ഉറഞ്ഞാട്ടം ഓർമ്മ വരും. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. അതാണ് എൻ്റെ ബേസിക് കാരണം. പിന്നെ ഡിഗ്രി ആയപ്പോഴേക്കും അമ്മയും അച്ഛനും കൂടി എന്നോട് പറഞ്ഞു, മോളെ ടൗണിൽ തന്നെ 2-3 ഫ്ലാറ്റുകളും അതേപോലെ കടകളുമൊക്കെ നമുക്ക് വാങ്ങിക്കണം. നിനക്ക് ഒരു 27 വയസ്സ് വരെ വല്ലാത്ത ബിസി ആയിരിക്കും. ഞങ്ങളുടെ കൂടെ നീ ഒട്ടി നിൽക്കണം, അറിയാമല്ലോ മോൾക്ക് എന്ന് പറഞ്ഞ് അമ്മ എന്നോടടുത്തു. എനിക്കാണെങ്കിൽ വലിയ ദേഷ്യമായിരുന്നു. അതിന് പേരിൽ സ്ഥിരമായിട്ട് ഇവിടെ കലഹം ഉണ്ടാക്കി. എന്നോട് അവർ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, പറ്റില്ല, എനിക്ക് താല്പര്യമില്ല. വിവാഹ ജീവിതം ഓക്കെ, പക്ഷെ എന്ന് വെച്ചിട്ട് നിങ്ങളുടെ പാതയിൽ എനിക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ വിവാഹത്തിന് അമ്മ സമ്മതിച്ചത്. എൻ്റെ തൻ്റെ ഇടം കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എതിരിട്ടത് കൊണ്ട് മാത്രമാണ് അമ്മയെപ്പോലെ ഞാൻ ആകാഞ്ഞത്. അമ്മ ഞാൻ കാണുന്ന കാലം മുതൽ ഇപ്പോൾ വരെ ഒരേപോലെയാണ് പെരുമാറുന്നത്. ഒരിക്കലും ഊർജം നശിച്ചു പോകാത്ത ഒരു സ്ത്രീ. അപ്പോൾ ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊരു മനോരോഗം പോലെയാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം പിടിച്ചാൽ കിട്ടില്ല, അനിയന്ത്രിതമാണ്. പിന്നെ എന്ത് ചെയ്യാനാണ്? അതിന് സപ്പോർട്ട് ചെയ്തതിന് ഭർത്താവ് ഉണ്ടെങ്കിൽ അമ്മയെപ്പോലൊരു സ്ത്രീക്ക് എന്ത് വേണം? ഇതിൽ എനിക്ക് ഗുണകരമായിട്ടുള്ളത്, ഞാൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നോട് നിർബന്ധിക്കില്ല. ഒരു പരിധി കവിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരികയുമില്ല. എൻ്റെ ദേഷ്യം 2 പേർക്കും വാത്സല്യം കൊണ്ടാണെന്ന് തോന്നുന്നു. ഇത്തിരി പേടിയാണ്. പിന്നെ രണ്ടാനച്ഛനാണെങ്കിലും എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങേര് എന്നോടും
ഒത്തിരി സ്നേഹമാണ്. ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഭാഗ്യവതിയാണ്. എനിക്ക് കുറച്ചൊക്കെ നിർബന്ധങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ അവരുടെ ജീവിതം ഇതാണ്. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സമ്പത്ത് അവരുടെ കയ്യിലുണ്ട്. എന്നാലും എന്റെ രണ്ടാനച്ഛനാണെന്ന് തോന്നുന്നു വലിയ ആർത്തി, പിന്നെയും പിന്നെയും വേണം. ഞാൻ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നെ കൊണ്ട് അവർക്കൊരു പ്രയോജനമില്ലാതായെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് അമ്മായിമ്മ പറഞ്ഞതിന്റെ പൊരുൾ പിടികിട്ടിയത്. ശരിയാണ്, എന്റെ ഭാര്യയെ കൊണ്ട് അവർക്ക് എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല, നഷ്ടം മാത്രമാണ്. അപ്പൊ ഭാര്യ എന്നോട് പറഞ്ഞു, എന്റെ അമ്മ വരുന്നവരോടൊക്കെ വെട്ടിത്തുറന്ന് ഓരോ കാര്യങ്ങൾ പറയും. അവര് ഒന്ന് അന്വേഷിക്കും. അന്വേഷിച്ചു കഴിയുമ്പോഴേക്കും ഈ വിവാഹം നടക്കത്തുമില്ല. കാര്യം എന്റെ അമ്മയും അച്ഛനെ കുറിച്ചിട്ട് പലർക്കും അറിയാമല്ലോ. നിങ്ങൾ മാത്രം ഒന്നും അന്വേഷിച്ചില്ല. നിങ്ങൾക്ക് എന്നെയായിരുന്നു ഇഷ്ടം. പക്ഷേ നിങ്ങളെ കറക്റ്റായിട്ട് സ്നേഹിക്കാത്തതിൽ എനിക്ക് ഇപ്പോഴും ഇത്തിരി പ്രശ്നങ്ങളുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു കൗൺസിലിങ്ങിന് പോകാം, അങ്ങനെ റെഡിയാക്കി എടുക്കാം എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടി. അവളുടെ സ്വഭാവത്തിന് ഉത്തരം കിട്ടി, പിന്നെ അമ്മായിമ്മയുടെ സ്വഭാവത്തിന് ഉത്തരം കിട്ടി. എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് മിണ്ടാതിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവിചാരിതമായിട്ട് ഒരു വട്ടം അമ്മായിമ്മ എന്നോട് പറഞ്ഞു, എടാ നീ കൊല്ലത്ത് പോയിട്ട് വരുമ്പോഴേക്കും ഒരു കാര്യം മേടിച്ചോണ്ട് വരണമെന്ന്. അപ്പോൾ അത് കൊല്ലത്ത് മാത്രമേ കിട്ടുകയുള്ളൂ. അങ്ങനെ ഞാനത് വാങ്ങിച്ചോണ്ട് വന്നു. ആ സമയത്ത് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും 10:45. ഞാൻ സാധനം കൊണ്ട് കൊടുത്തു. ആ സമയത്ത് അമ്മായച്ചനെ കൂടാതെ 2 പേര് അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും പരിചയപ്പെടുത്തി. അവർ വലിയ വലിയ ആളുകളാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ, ഇല്ല മോനെ, നമുക്കത് അത്താഴം കഴിക്കാം, ഇവരും കഴിച്ചിട്ടില്ല, അമ്മായിമ്മ നിർബന്ധിച്ചു. പക്ഷേ അതിനു മുമ്പ് എന്തെങ്കിലും ഒരു ആപ്പിറ്റൈസർ വേണ്ടേ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി അകത്ത് നിന്ന് എല്ലാം കൊണ്ടുവച്ചു. വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഓ നീ അങ്ങനെ പാർട്ടിക്ക് കൂടാൻ പോകുന്ന എനിക്കറിയാമല്ലോ. ഇവിടെ വെച്ചിപ്പം മദ്യപിക്കുന്നതിന് എന്താ പ്രശ്നം? ഞങ്ങളൊക്കെ നിന്റെ സുഹൃത്തുക്കളാണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ് അവർ ഒഴിച്ചു തന്നു. എല്ലാവരുടെ മുന്നിൽ വെച്ച് എങ്ങനെ നിരസിക്കുക? ഞാനും കഴിച്ചു മാഡം. പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അരങ്ങ് മാറി. എൻ്റെ ഭാര്യ പറഞ്ഞതുപോലെ ഒരു അരങ്ങിലേക്ക് അത് വഴിമാറി. അമ്മായിമ്മ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഒരാളുടെ അടുത്ത് പോയിരുന്നു. അയാളോട് മുട്ടി ഉരുമി കാതിൽ എന്തൊക്കെയോ തമാശകൾ പറയുന്നു. അങ്ങേരും ചിരിക്കുന്നു. അമ്മായിമ്മയുടെ കൈകൾ ഇഴയുന്നു. എന്തോ ആഴത്തിൽ ഗവേഷണം നടത്താനുള്ള പുറപ്പാടാണ്. അങ്ങേർക്ക് യാതൊരു സങ്കോചവുമില്ല. ബാക്കിയുള്ളവർ, ഞാനൊഴികെയുള്ളവർ ഇനി എന്താണെന്ന് രസിച്ച് നോക്കിയിരിക്കുകയാണ്. അവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അമ്മായിമ്മ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള പ്രവർത്തന മണ്ഡലങ്ങൾ തുറന്നത്. മറനീക്കി വന്ന ഉത്തോലക തത്വത്തിൽ ഭൂചലനങ്ങൾ സൃഷ്ടിക്കാൻ അവർ മിടുക്കിയായിരുന്നു. ഇതെല്ലാം മറ്റുള്ളവർ കണ്ട് രസിക്കുകയാണ്. അമ്മായച്ചനടക്കം ഞാനൊഴികെ മറ്റുള്ളവർക്കെല്ലാം ഒരു സംഭവമില്ലാതെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ കാണുന്ന പ്രതീതിയായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ അടുത്ത ആളുടെ അടുത്ത് പോയിരിക്കുകയും ഇതേപോലെ പലതും തുടരുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മായച്ചൻ പറഞ്ഞു, നിന്റെ മരുമകനെ നീ കാഴ്ചക്കാരനാക്കുകയാണോന്ന്? ഏയ്, അവന് ഞാൻ അത്യുന്നത സ്ഥാനം കൊടുക്കുമെന്ന് പറഞ്ഞു. വേണ്ട അമ്മ ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, ഒന്ന് പോടാ, കൊക്കത്ര കുളം കണ്ടതാ എന്ന് പറഞ്ഞ് അമ്മായിമ്മ വന്നു. എൻ്റെ ഒരു അനിഷ്ടവും അവിടെ വിലപ്പോയില്ല. അമ്മായിച്ചൻ ഇടയ്ക്ക് വന്ന് എൻ്റെ കൈകൾ പുറകിലേക്ക് പിടിക്കുകയും ചെയ്തു. അതവർക്ക് സൗകര്യമായി. മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ മദ്യലഹരിയിലായിരുന്നുകൊണ്ട് എനിക്ക് കൂടുതൽ ഒരു പ്രതിഷേധം പുറത്തെടുക്കാനും കഴിഞ്ഞില്ല. അവർക്ക് പുറത്തെടുക്കാൻ കഴിഞ്ഞത് പ്രതിഷേധമല്ലെന്ന് മാഡത്തിന് മനസ്സിലായല്ലോ. അന്ന് ആ റൂമിൽ ഒത്തിരി കാര്യങ്ങൾ നടന്നു. അതിഥികളും അമ്മായച്ചനുമൊക്കെ എന്നെ നിർബന്ധിച്ചു. ആ മദ്യലഹരിയിൽ എനിക്കും അറിയാതെ തെറ്റുകൾ സംഭവിച്ചു മാഡം. അന്നു മുതൽ എനിക്ക് കുറ്റബോധമാണ്. പിന്നീട് അമ്മായിമ്മ ഒത്തിരി വട്ടം വിളിച്ചു, ഇവിടെ നല്ല നല്ല കൂട്ടുകാർ വന്നിട്ടുണ്ടെന്ന്. പക്ഷെ ഞാൻ പോയില്ല. എനിക്ക് എൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കാൻ പോലും ഒത്തിരി മടിയാണ് മാഡം. അവളോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഞാൻ പെൻഡുലം പോലെ മനസ്സാടുകയാണ്. അങ്ങോട്ടൊരു ചായവുണ്ട്, ഇങ്ങോട്ടൊരു ചായവുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് മാഡം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിനെ കയം കാണിക്കരുതെന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. നിങ്ങൾക്ക് ഇത്രയും കേട്ടിട്ടും പിന്നെയും ഇതിലൊക്കെ പോയി പെടാൻ തോന്നിയല്ലോ. അപ്പോൾ നിങ്ങളും കുറ്റക്കാരനാണ്. എന്തായാലും ഇത് കഴിഞ്ഞ ശേഷം ഓക്കെ, നടന്നു, ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്നുള്ള തീരുമാനമല്ലേ എടുക്കേണ്ടത്. അല്ലാതെ അങ്ങോട്ടാടുന്നു ഇങ്ങോട്ടാടുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ആകരുത്. കാര്യം നിങ്ങളുടെ ഭാര്യ പറഞ്ഞിട്ടുണ്ട് അവരുടെ സ്വഭാവം മെച്ചപ്പെടുത്താൻ കൗൺസിലിങ്ങിനൊക്കെ പോകാൻ തയ്യാറാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഭാര്യയെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ പോയി
അതൊക്കെ ചെയ്ത് നിങ്ങൾ ഭാര്യയിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് കിട്ടാനുള്ളതും സ്നേഹങ്ങളും എല്ലാം ഭാര്യയിൽ നിന്ന് തന്നെ കിട്ടട്ടെ. എന്തിനാണ് അമ്മായിമ്മയുടെയോ അല്ലെങ്കിൽ ഇതേപോലെ ഒത്തിരി ഒത്തിരി വലിയ ഗ്രൂപ്പുകളുടെ പുറകെ പോകുന്നത്? അതിന്റെ കാര്യമില്ല. അത് അവരുടെ ഒരു ജീവിത രീതിയാണ്. പക്ഷെ ആ ജീവിത രീതിയിൽ വളർന്ന നിങ്ങളുടെ ഭാര്യയ്ക്ക് അത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അതേപോലെ അവർ തീരുമാനമെടുത്ത് അതിലേക്ക് പോകില്ലെന്ന്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കില്ലാതെ പെട്ടെന്ന് കണ്ടപ്പോഴേ ചാഞ്ഞ് നിങ്ങൾ അങ്ങോട്ടങ്ങ് പോവാണോ? പെൻഡിലും ആട്ടുന്നത് നിർത്തുക. എന്നിട്ട് നിങ്ങളുടെ ഭാര്യയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ.